യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതിരിപ്പാൻ തക്കവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവനെ നൽകി. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ്. വിശാലതയ്ക്കുള്ള ആഗ്രഹം എല്ലാവരെയും ഭരിക്കുന്നുണ്ട്. വിശാലതയ്ക്ക് വേണ്ടി വളഞ്ഞ വഴികൾ അന്വേഷിക്കുന്നവരും കുറവല്ല. വിശാലതയെക്കുറിച്ചുള്ള വേദപുസ്തക പരാമർശങ്ങൾ അനവധിയാണ്. ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിശാലതയാണ്. ആണും പെണ്ണുമായി ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച ദൈവം ആദ്യമായി അവർക്ക് നൽകിയ കൽപ്പനയും അനുഗ്രഹവും നിങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ചു വരുവീൻ എന്നുള്ളതായിരുന്നു. സന്തതികളില്ലാതെ തുല്യ ദുഃഖിതരായിരുന്ന അബ്രഹാം സാറാ ദമ്പതികളെ അനുഗ്രഹിച്ച് ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കള്ളത്തീർത്ത മണൽത്തരികൾ പോലെയും എണ്ണിയാൽ ഒടുങ്ങാത്ത സന്തതി പരമ്പരയുടെ വിശാലതയിലേക്ക് ദൈവം അവരെ വഴി നടത്തി. ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ സമ്പന്നതയോടെ പുറപ്പെടുവിച്ച് കനാൻ നാട്ടിലെ പാലും തേനും ഒഴുകുന്ന വിശാലതയിലേക്ക് കൊണ്ടുവന്നു. സോരന്മാർ തള്ളിക്കളഞ്ഞ ജോസഫിനെ മിസ്രൈമിലെ പ്രധാനമന്ത്രി പദത്തിൻ്റെ വിശാലതയിലേക്ക് കൊണ്ടുവന്നതും ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹകരങ്ങളാണ്. സങ്കേതങ്ങൾ കൊണ്ട് സൗധം തീർത്ത ദാവീദിൻ്റെ പ്രഖ്യാപനവും വ്യത്യസ്തമല്ല. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. സങ്കീർത്തനം 4-ാമത്തെ വാക്യം. വ്യസനപുത്രൻ എന്ന പേരുകൊണ്ട് അറിയപ്പെട്ട യബേസ് യഹോവയായ ദൈവത്തോട് തന്നെ അനുഗ്രഹിച്ച് തൻ്റെ അതിർ വിശാലമാക്കണം എന്നപേക്ഷിച്ചു. ഭൗതികമായ അനുഗ്രഹത്തേക്കാൾ ആത്മീയമായ അനുഗ്രഹമാണ് യബേസ് ആഗ്രഹിച്ചത്. അവൻ അപേക്ഷിച്ചത് നൽകി യബേസിനെയും വിശാലതയിലേക്ക് കൊണ്ടുവന്നു. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ വളരുന്ന അംഗസംഖ്യകത്ത താമസസ്ഥലം വിശാലമാക്കുവാൻ ശ്രമിക്കുന്ന എലീശയുടെ പ്രവാചകശിഷ്യന്മാരെ കാണാം. വളർച്ചയുണ്ടെങ്കിലേ വിശാലതയുടെ ആവശ്യം വരുന്നുള്ളൂ. വളർച്ചയില്ലാത്തവർ അതേ നിലയിൽ തുടരുവാനാണ് ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ ജീവിത നിലവാരത്തിലും സാമൂഹികവും സ്വഭാവപരമായ പശ്ചാത്തലത്തിലും ഈ തത്വം ബാധകമാണ്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉണർന്ന വിശാലതയുടെ ആവശ്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥാനമുണ്ട്. നാം ആത്മീയമായി വളരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വളർച്ചയിലെത്തണമെങ്കിൽ നമുക്ക് സുദൃഢവും വ്യക്തവുമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. പ്രവാചക ശിഷ്യന്മാർക്ക് വളർച്ചയോടൊപ്പം വിശാലതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. വിശാലത ആഗ്രഹിക്കുന്നവർ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണം. താമസത്തിന് ഞെരുക്കം നേരിട്ട പ്രവാചക ശിഷ്യന്മാർ യോർദാനോളം പോയി മരം മുറിച്ചുകൊണ്ട് വരുവാൻ സ്വമേധയാ തയ്യാറാവുന്നു. മടിയന്മാരുടെ ജീവിതത്തിൽ വിശാലത ബഹുദൂരത്തിലാണ്. വിശാലതയ്ക്കുള്ള ചവിട്ടുപടി വിനയവും വിധേയത്വവുമാണ്. സർവോപരി ദൈവിക അനുഗ്രഹമാണ്. യബേസിനെ പോലെ നിശ്ചയമായി അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവാനുഭവമായി വളരുവാനുള്ള ആഗ്രഹവും നമ്മെ ആത്മീയ ഉന്നതികളിലേക്ക് നയിക്കും. അതിനായി ദൈവസേനയെ നമുക്ക് അടുത്തിയല്ല. ഒരു ദൈവവേദലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവനാമത്തിനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൻ്റെ വളർച്ച ദൈവം നമ്മൾക്കൂടെ ആഗ്രഹിക്കുന്നു. യബേസിനെ പോലെ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും നിശ്ചയമായ അനുഗ്രഹത്തിനായി ദൈവസേനയെ കാത്തിരിക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കും.